ഇല്ല ഞാൻ അറിഞ്ഞില്ല. ചിൽ മാൻ, എന്ത് ചൂടാണ് ഇവിടെ ഗൈസ്. അപ്പൊ ഐസ് റെഡി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. അപ്പോ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്താണ് ഈ പറഞ്ഞു കൊടുക്കൂ. ഇന്ന് ചൂടായോണ്ട് തണുപ്പിക്കാൻ വേണ്ടി പോവാ ഗൈസ്. യെസ്, എന്തൊരു ചൂടാ ഗൈസ്. ചൂടെന്നൊക്കെ പറഞ്ഞാ ഗൈസ് നോക്കൂ, ഇത് നോക്കൂ ഗൈസ്. ഞാൻ ഈ വേർപ്പ് ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ച സാധനം ഗൈസ്. എന്താ ചെയ്യാ, അബ്ബാര ചൂടാ ഗൈസ് അല്ലേ ഹിബ? അപ്പൊ ഈ ചൂടിൽ നിന്ന് നമ്മളൊരു പുതിയ ട്രിക്ക് എടുത്തിട്ടുണ്ട്. AC ആണോ അത് ഹിബ? അല്ല. ഫ്രിഡ്ജാണോ ഹിബ? അല്ല. പിന്നെന്താണ് ഹിബ, പറഞ്ഞു കൊടുക്കൂ. ഐസ് മഞ്ഞുമലയിലത്തെ ഐസ് നമ്മള് കൊണ്ടുവന്നു. ഐസ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. അതാ അവിടെ ചാക്കിലാണ്. ഇതാണ് ഐസ്. രണ്ട് ഐസ് ഗൈസ്. ശരി, അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കേ. നമ്മള് എന്താ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, രണ്ട് വലിയ ബ്ലോക്ക് ഐസ് ഉണ്ട് ഗൈസ്. അപ്പൊ ഒരു ഐസിന്റെ മേലെ ഹിബ കയറി നിൽക്കും, ഒരു ഐസിന്റെ മേലെ ഞാൻ കയറി നിൽക്കും. ആരാണോ ഏറ്റവും കൂടുതൽ അതിന്റെ മേലെ നിൽക്കുന്നത് ഒരു വിന്നർ. യെസ്, ഗോൾഡ് വിന്നർ. ഗോൾഡ് വിന്നർ എന്ന് പറഞ്ഞ ഓയിലിന്റെ പേരല്ലേ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഹിബ തയ്യാറാണോ? അതെ മോളെ, അതിന് മാത്രം നീ ആയിട്ടില്ല, മനസ്സിലായല്ലോ. ഈ ചലഞ്ചില് ഫസീം മുഹമ്മദിനെ പൊട്ടിക്കാൻ മാത്രം ഹിബ വളർന്നിട്ടില്ല മോളെ, കേട്ടോ. അതിന് നീ വേറെ ജനിക്കണം മോളെ. അപ്പൊ നമ്മളെ ക്യാമറ എടുത്ത് സഹായിച്ചു തരാൻ നമ്മളെ ക്യാമറമാനും ഉണ്ട് ഗൈസ്. ഇവരാണ് അവൻ. അപ്പൊ ബംഗാളിനെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. ബംഗാളി അന്ന് ക്യാമറ എടുക്കുന്നത്. നമുക്ക് ചലഞ്ചിലേക്ക് പോയാലോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഗൈസ്? ഐസ് എടുത്ത് വെക്കുന്നു. അങ്ങനെയൊന്നും പറയല്ല, അൺബോക്സിംഗ് ഐസ് എന്ന് പറ. അപ്പൊ ഐസ് റെഡി. അപ്പൊ ഇതിന്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ, ഐസിന്റെ മേലെ കയറി നിന്നിട്ട് കയ്യോ കാലോ പുറത്തു വിട്ടാൻ പാടില്ല. താഴെ പുറത്ത് കുത്തിയാല് ചലഞ്ച് ചെയ്യും, ഹിബ ഔട്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ കേറി നിൽക്കാൻ പോവാണ് കേട്ടോ. ഹിബ കേറിക്കണ്ടേ ഗൈസ്? അപ്പൊ ഞാൻ കയറാൻ പോവാണ്. വലത് കാൽ വെച്ച് ഐശ്വര്യമായിട്ട് കയറും. ചിൽ മാൻ, എന്ത് ചൂടാണ് ഇവിടെ ഗൈസ്. ഈ ഐസ് ഒക്കെ വെറും പുഷ്പം. എന്താ ഐസ് ചെയ്യാ? മൈ ഗോഡ്. ഞാൻ പണ്ട് കണ്ണൂര് വിയ്യൂര് സെൻട്രൽ ജയിലിലൊക്കെ ശിക്ഷ അനുഭവിച്ചപ്പോ ഇന്നെ പോലീസുകാർ ഇങ്ങനെയായിരുന്നു. അതിനെക്കൊണ്ട് എനിക്ക് സീനില്ല. സ്മരിച്ചോയി. വൺ സീന ഗൈസ്, വൺ സീന. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ പോലീസുകാരെ സമ്മതിക്കണം. കള്ളന്മാരെ കാൽമേലൊക്കെ ഐസ് വെച്ച് കൊടുക്കുന്ന ഫിലിമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാല്. ഫസ്റ്റത്തെ റൗണ്ടിൽ ഞാൻ അയച്ചേ, ഇനി അടുത്ത റൗണ്ട്. എന്നാൽ ഗൈസ് ഒരു ഐഡിയ ചെയ്യാം. നമുക്ക് അതിൽ കുറച്ച് വെള്ളം നിറയ്ക്കാം, എന്നിട്ട് അതിലിരിക്കാം. അതാണ് ഇതിൽ കുറച്ച് നേരം വെള്ളം നിറച്ചിട്ട് അതിലിരിക്കാൻ പോവാണ്. ബിക്കോസ് ഇത് ശരിയാവില്ല, ഇത് ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കാണ്, എന്നിട്ട് ഐസ് ഇടാം കേട്ടോ. ഐസ് അവിടെ വെച്ചിരിക്കണം. ഐസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഐസ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്.
ഇത് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഹിബ കിടക്കട്ടെ അല്ലേ ഹിബ? അപ്പൊ നമ്മള് രണ്ടാളും ഒപ്പം കിടക്കാൻ ഞാൻ എങ്ങനെ കിട്ടുക? ഒപ്പം കിടന്നിട്ട് എന്ത് കിട്ടാന്? അല്ല അപ്പൊ ടൈമൊക്കെ അറിയില്ലല്ലോ. അതല്ല എന്റെ നമ്മൾ ടൈമർ ഇവിടെ വെച്ചോളാം ഗൈസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഹിബാണ്, ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ ഹിബ? ഓക്കെ കമോൺ. യെസ് ഗൈസ് സ്റ്റാർട്ടായി ഹിബ കയറി ഇരുന്നോ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വെരി കൂൾ. ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ കുളിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. തണുപ്പില്ലേ? ടൈം എത്രയായി നോക്കിയില്ലേ? കുറച്ചു നേരം. 1 മിനിറ്റ് ആയില്ലേ ഗൈസ്? പാവ ഹിബ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് അറിയോ? ഞാൻ കാണിച്ചു തരാം. തുപ്പി കളിക്കാൻ ഗൈസ്. ജാക്ക് റോസ് ഗൈസ് ഈ ചൂടത്ത് 2 ഐസ് വാങ്ങിയിട്ട് ഇങ്ങനെ ഇലൊക്കെ ഇട്ടിട്ട് അട്ട് കിടക്കാല്ല സുഖമായിട്ടാണ്. എന്താ സുഖം. അത്യാവശ്യം തണുപ്പുണ്ടല്ലോ. സംഭവം അതൊന്നല്ല. എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അനക്കെന്ത് തണുക്കാഞ്ഞേ? അതല്ല ഗൈസ്, നേരത്തെ ഇവള് ഇരുന്നപ്പോ ഐസ് എല്ലാം പോലെ ഉരുകിയിട്ടില്ല, അതിനോണ്ടാ. പിന്നെ ഞാൻ തോറ്റു ഗൈസ്. എന്താ ചെയ്യ ഗൈസ്? ഹിബ ഈ കുളിക്കുന്ന ടാസ്കിൽ ഹിബ ജയിച്ച്. അത് ഗൈസ് ഞാനിന്ന് കുളിച്ചിട്ടില്ല, അതിനെ കൊണ്ടാ. ഇനി നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോയാലോ? അടുത്ത കയ്യിൽ വെച്ചിട്ട് നിൽക്കുന്നത് ഗൈസ്. അടുത്തത് കയ്യിൽ പിടിച്ചിട്ടാ നിൽക്കുന്നത്. എന്താ തയ്യാറല്ലേ? അടി ഞാൻ കണ്ട് ഇപ്പഴും പിടിച്ചിരിക്കാണ്. ഇത് എനിക്ക് വേറെ പ്രൊട്ടക്ഷൻ. ഇത് എനിക്ക് വലിയ സീനൊന്നുമില്ല, എനിക്ക് നല്ല തണുപ്പടിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ടാസ്കിൽ വിജയകരമായി എന്റെ ഭർത്താവ് തോറ്റിരിക്കുന്നതായിട്ട് എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു. 1-2 സ്കോർ. വല്ല ഹിമകരടി വല്ലാണോ? നീ വല്ല അന്റാർട്ടിക്കലോ ആർട്ടിക്കലോ അവിടെ എവിടെയെങ്കിലാണോ വളർന്നു ജനിച്ചേ? വൻ തണുപ്പാ. ഇതിനെക്കൊണ്ട് കയ്യിൽ ഈ തണുപ്പ് താങ്ങാൻ വിടറി. തണുപ്പ് എനിക്ക് പിടിക്കാതെ. ഈ ഹിമകരണിയും പെങ്കിനെയും മറ്റേനൊക്കെ ഞാൻ സമ്മതിച്ചിട്ടോ. എന്ത് തണുപ്പത്തായിരിക്കും നിങ്ങൾ ജീവിക്കണേ. ഞാൻ വേണോ? ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മള് ഇതാക്കായിരിക്കും. ഇത് പിടി. കൊറേ കാലം നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് തരാം, നമ്മള് പ്രാങ്ക് ചെയ്യുന്ന കാണാം. നമുക്ക് പണി ബലൂൺ എടുത്ത് എറിയ. ഇവൻ ആരാന്ന് ഒരു വിചാരം ഗൈസ്. ഇന്ന് ഇവനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ ചലഞ്ച് തന്നെ ഞാൻ കൊണ്ടുവന്നേ. ഞാനും ഓനും കൂടി പോയിട്ട് ഐസ് വാങ്ങി.
എന്താ മോനെ ഈ എല്ലാവർക്കും ഇവിടെ നമുക്ക് രണ്ടാൾക്ക് ബലൂണൊക്കെ എടുത്ത് എറിയുന്ന ടീമല്ലേ ഈ അല്ലേ ബംഗാളിനെ നോക്കൂ ഗൈസ്. ഹിമകരടി ഇത് പിന്നെ പക്ക ഷാറുഖ് ഖാൻ. എന്താ ബിഗ് ബോസിലെ മണിക്കൂട്ടൻ റേഞ്ചിലാണ് ഗൈസ്. ബിഗ് ബോസിലെ മണിക്കൂട്ടന്റെ പോലെ ഇന്നെ കാണാന്നൊക്കെ ഏതോ ചെയ്യാം. അപ്പൊ ബംഗാളിനെ പ്രാങ്ക് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ഐക്കൺ അടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.